ഹലോ ഗായ്സ്, മലയാളീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ രണ്ടാമത്തെ സീരീസ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ 10th പ്രിലിംസ് ബേസ് ചെയ്ത ഓഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. വിശാലമായ ഖരഭാഗങ്ങളുടെ പേരാണ് ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ. വിശാലമായ ഖരഭാഗങ്ങളുടെ പേരാണ് ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിര് ഹിമാലയ പർവ്വതമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിര് ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിര് അരക്കൻ പർവ്വതനിരകൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കൻ അതിര് അരക്കൻ പർവ്വതനിരകൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിര് ഹിന്ദുക്കുഷ് പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അതിര് ഹിന്ദുക്കുഷ് പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിര് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിര് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഭൂഭാഗം ചോദിച്ചാൽ ഇന്ത്യൻ ഉപദ്വീപാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂഭാഗം ചോദിച്ചാൽ ഇന്ത്യൻ ഉപദ്വീപ്. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് കാരക്കോറം. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന മലനിര കാരക്കോറം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി. റാബി കാലം അവസാനിക്കുന്നത് ഫെബ്രുവരി മാർച്ച്. റാബി വിളവെടുപ്പിനു ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. ഗോൾഡൻ ഫൈബർ ചണം. ഗോൾഡൻ ഫൈബർ ചണവും യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയും. ഗോൾഡൻ ഫൈബർ ചണം, യൂണിവേഴ്സൽ ഫൈബർ പരുത്തി. മൗണ്ട് കേറ്റുവിന്റെ ഉയരം 8611 മീറ്റർ. മൗണ്ട് കേറ്റുവിന്റെ ഉയരം 8611 മീറ്റർ. ലോകത്തിന്റെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ലോകത്തിന്റെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഹിമാനി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഹിമാനി. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ചല ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബാരാലാച്ചല ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ചല ചുരം. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ് ബോംഡില ചുരവും ദിഫു ചുരവും. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ ബോംഡില ചുരവും ദിഫു ചുരവും. കിഴക്കൻ ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേര് അസം ഹിമാലയം. കിഴക്കൻ ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേര് അസം ഹിമാലയം. കേബിൾ ലംജാവു ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ. കേബിൾ ലംജാവു ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ. കേബിൾ ലംജാവു ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണ്. ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന സമതലമാണ് രാജസ്ഥാൻ സമതലം. ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന സമതലം രാജസ്ഥാൻ സമതലം. പഞ്ചാബ് ഹരിയാന സമതലത്തിൽ എത്ര ദ്വീപുകളായാണ് തരംതിരിച്ചിരിക്കുന്നത്? 5. പഞ്ചാബ് ഹരിയാന സമതലത്തെ എത്ര ദ്വീപുകളായി തരംതിരിച്ചിരിക്കുന്നു? 5. 5 നദികളുടെ നാടാണ് ഇത് പഞ്ചാബ് എന്നറിയപ്പെടുന്നത്. ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ പരസ്പരം കൂടിച്ചേർന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദ്വീപുകൾ. അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലം എത്ര ദ്വീപുകളായി തിരിച്ചിരിക്കുന്നു? 5 ദ്വീപുകളായി തിരിച്ചിരിക്കുന്നു. ആരവല്ലി വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ആരവല്ലി വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന നദിയാണ് ലൂണി. രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന നദിയാണ് ലൂണി.
ഓക്കെ. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ചൂഷണത്തിനെതിരായ അവകാശം ഏതെല്ലാം അനുച്ഛേദങ്ങളിലാണ്? അനുച്ഛേദം 23, 24. ചൂഷണത്തിനെതിരായ അനുച്ഛേദം ഏതെല്ലാം അനുച്ഛേദങ്ങളിലാണ്? അനുച്ഛേദം 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതൊക്കെ അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു? അനുച്ഛേദം 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യം അനുച്ഛേദം 25 മുതൽ 28 വരെ. നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് നിയമപരമായ അവകാശം മാത്രമാണ് സ്വത്തവകാശത്തിനുള്ളത് എന്ന് പ്രതിപാദിപ്പിക്കുന്ന അനുച്ഛേദം? അനുച്ഛേദം 300A. അനുച്ഛേദം 300A. മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നുമാണെന്ന് വെച്ചാൽ അമേരിക്ക. മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. സംസ്കാരവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെ കുറിച്ച് ഉൾക്കൊള്ളുന്ന ഭരണഘടന? അനുച്ഛേദം 29, 30. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അനുച്ഛേദം ഏതെന്ന് വെച്ചാൽ 29, 30. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 19 മുതൽ 22 വരെ. അനുച്ഛേദം 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യം. 23, 24 ചൂഷണം. 25, 28 മതസ്വാതന്ത്ര്യം. 14-18 സമത്വത്തിനുള്ള അവകാശം. 14-18 സമത്വം. ഒന്നുകൂടെ 14-18 സമത്വം. 25-28 മതസ്വാതന്ത്ര്യം. 23, 24 ചൂഷണം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19-22. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29, 30. അനുച്ഛേദം 32ന്റെ വിശേഷണം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണിത്. അനുച്ഛേദം 32. ഓക്കെ, അപ്പൊ ഓഡിയോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ വീഡിയോസ് ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Thank you.